ഞങ്ങളുടെ കർഷക ലോകം ചാനലിലേക്ക് സ്വാഗതം. റബ്ബറിന് ഇത്രയും അകലമുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കൂടി ഒരു PVC പൈപ്പിൽ നമുക്ക് കൊടി കൊടുത്താൽ എന്തായിരിക്കും? അതിനെ പറ്റി ഒന്ന് പറ. PVC പൈപ്പ് നമ്മുടെ വയനാട്ടിൽ പറ്റില്ല. PVC പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്കവാറും നമുക്ക് കാറ്റ് കൂടുതലായതുകൊണ്ട് ഈ PVC പൈപ്പ് ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കിന് ഇതിന്റെ കടുപ്പം കുറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒടിഞ്ഞു പോകും. പിന്നെ PVC പൈപ്പ് ഇതിന്റെ ഇടയ്ക്കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കൊക്കോയും മറ്റുള്ള കൃഷിയും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഇതിന്റെ അകത്ത് ഈ 4 റബ്ബറിന്റെ ഇടയ്ക്ക് നമുക്ക് ഇപ്പം 3 ആദായമുണ്ട്. റബ്ബറുണ്ട്, കൊടിയുണ്ട്, കൊക്കോയുണ്ട്. വേറെ എന്തെങ്കിലും കൃഷികൾ ഇതിന്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ഇടയ്ക്ക് വയനാട്ടിൽ കാപ്പി വെക്കാം. കാപ്പി വെച്ചാൽ നല്ല വിളവ് കിട്ടും. ഞാൻ കാപ്പി വെച്ചില്ല. ഞാൻ ഇതിന്റെ ഇടയ്ക്കൂടെ കൊക്കോയാണ് വെച്ചത്. കൊക്കോ ആകുമ്പോഴത്തേക്കിന് കുറച്ച് ഇത് വരുമ്പോഴത്തേന് നമുക്ക് വെട്ടി നിർത്താൻ കഴിയും. അപ്പം ഫാറ്റ് ഹോമിലോട്ട് വരാണ്ട് കൊക്കോ നോക്കണം. 3-4 വർഷം കൊണ്ട് എല്ലാം ഒരുപോലെ ആവും അല്ലേ? എല്ലാം നമുക്ക് ഈ 4 വർഷം കൊണ്ട് കൊക്കോയിൽ നിന്ന് ആദായം കിട്ടും, കൊടിയിൽ നിന്ന് ആദായം കിട്ടും. റബ്ബറിന് വില വന്നു കഴിഞ്ഞാൽ റബ്ബറും വെട്ടാൻ കഴിയും. അപ്പൊ ഇത്രയും ഈ 4 റബ്ബറിന്റെ ഇടയ്ക്ക് ഇത്രയും നമുക്ക് ആദായം കിട്ടുന്നത് വേറെ ഒന്നുമില്ല. ജോളിച്ചേട്ടാ, നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ഏതൊക്കെ ഇനം കുരുമുളകാണ് നമ്മളിവിടെ നടാൻ പറ്റുന്നത്? അതിനെപ്പറ്റി ഒന്ന് പറയാവോ? നമുക്കിപ്പം ഏറ്റവും കൂടുതൽ വേണ്ടിയത് പന്നൂറ്, വെള്ളനാമ്പൻ എന്ന് പറഞ്ഞത് ഹൈറേഞ്ചിന് വന്ന ഒരു കൊടിയാണ്. ഇവിടെ അറിയപ്പെടുന്നത് ഹൈറേഞ്ച് എന്നാണ്. പിന്നെ ഉള്ളത് കരിമുണ്ടയാണ്. കരിമുണ്ട വയനാട്ടിൽ കംപ്ലീറ്റ് കേടുവന്നു പോയി. ഇപ്പൊ ഇവിടെ അടുത്ത പ്രദേശത്തൊന്നും ഒരു കരിമുണ്ട കൊടി കാണുന്നില്ല. നല്ല കൊടിയായിരുന്നു കരിമുണ്ട, പക്ഷെ നല്ല വിളവും തരുന്ന ഒരു കൊടിയായിരുന്നു. നമ്മുടെ പഴയ വയനാടൻ എന്തുകൊണ്ട് പരീക്ഷിക്കുന്നില്ല? വയനാടിന് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വിളവ് കുറവായതുകൊണ്ടാണ്. പക്ഷെ നല്ല തൂക്കം കിട്ടും. പക്ഷെ വിളവ് കുറവായതുകൊണ്ടാണ് വയനാട്. പക്ഷെ അതിന് വില കൂടുതലും ഇല്ലേ? അപ്പം അതൊന്ന് പരീക്ഷിക്കാൻ മേലായിരുന്നു. വയനാടൻ കൊടി പരീക്ഷിച്ച വില കൂടുതലുണ്ടെങ്കിൽ നമുക്കത് നഷ്ടമെന്ന് പറഞ്ഞാൽ അത് അധികം കാഫലം തരുന്നില്ല. നമുക്ക് ഈ ഒരു കൊടിയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ ആ വയനാടൻ കൊടിയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും ഇരട്ടി നമുക്ക് ഈ ഇപ്പൊ ഉള്ള ഈ കൊടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഏതാണ്? ഇതൊരു പുഴു ഞാനിവിടെ ഇപ്പൊ കണ്ടു. അതെന്നാ സംഭവം? ഈ പുഴുവാണോ ഇത് കട്ട് ചെയ്യുന്നത്? ഈ പുഴുവാണ് നമ്മളെ ഈ ഇല തിന്ന് മുട്ടയിട്ട് പെരുകി മുഴയൊക്കെ വരുന്നത്. ഇതിന്റെ ഈ ഒരു പുഴുവാണ് ഏറ്റവും ശല്യം. ഇതിന്റെ എക്കാലസ് ആണ്. പിന്നെ ഇതിൽ കടുപ്പം കൂടിയ മരുന്നൊക്കെ അടിക്കും. ഞാൻ അടിക്കാറില്ല. ഞാൻ ഈ എക്കാലസ് മാത്രം. എക്കാലസ് ആകുമ്പം കടുപ്പം കുറവാണ്. അപ്പോൾ നമ്മുടെ കൊടിക്കും വലിയ ക്ഷീണമില്ലാത്ത ഒരു മരുന്നാണ് എക്കാലസ്. ഇപ്പം പണ്ടത്തെ എക്കാലസ് അല്ലല്ലോ, ഇപ്പം കടുപ്പം കുറഞ്ഞിട്ടുള്ള തന്നെയാണ് ഈ ഇലയെ മൊത്തം ഇങ്ങനെ. അതെ, ഈ പുഴുവാണ്. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ മരുന്നടിക്കുന്ന വീഡിയോ ഇപ്പൊ അടുത്ത് തന്നെ കാണിച്ചു തരാം. ഞാൻ എക്കാലസ് കൂട്ടുന്നതും അടിക്കുന്നതും ഞാൻ കാണിച്ചു തരാം.